സ്പെഷ്യൽ സബ് ജയിലായി ഉയർത്തുന്നതോടെ കൊട്ടാരക്കര സബ് ജയിലിന്റെ പ്രവർത്തന നിലവാരവും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥരും പോലീസും. സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്ന് റൂറൽ എസ്പിക്ക് ജയിൽ സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊട്ടാരക്കര സബ് ജയിലിന്റെ നിലവാരം ഉയർത്താൻ തീരുമാനമായത്. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണനെ ഇവിടെ പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് റൂറൽ എസ്പി ഇവിടത്തെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് തേടിയത്. നിലവാരം ഉയർത്തുന്നതോടെ സുരക്ഷാ ക്രമീകരണങ്ങളും മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. വിചാരണ തടവുകാരെ 1 മാസം വരെ പാർപ്പിക്കാനാണ് നിലവിൽ ഇവിടെ സാധ്യമാകുന്നത്. നിലവാരം ഉയർത്തുന്നതോടെ 3 മാസം വരെയുള്ള തടവുകാരെ ഇവിടെ പാർപ്പിക്കാം. ജീവനക്കാരുടെ എണ്ണത്തിലും കാര്യമായ മാറ്റമുണ്ടാകും. സൂപ്രണ്ടിന്റെ കീഴിൽ 9 വാർഡന്മാർ, 6 വനിതാ വാർഡന്മാർ എന്നിവരാണ് ഇപ്പോഴുള്ളത്. അത് ഡെപ്യൂട്ടി ജയിലറുടെ കീഴിൽ 2 ഗ്രേഡ് സൂപ്രണ്ടുമാർ, 5 ഹെഡ് വാർഡന്മാർ, 15 വാർഡന്മാർ, 6 വനിതാ വാർഡന്മാർ എന്നിങ്ങനെ ഉയരും. 10 വനിതകളെ ഉൾപ്പെടെ 100 പേരെ തടങ്കലിൽ പാർപ്പിക്കാനുള്ള സൌകര്യമാണ് നിലവിലുള്ളത്. ഇതിന്റെ പരിധി ഉയർത്തുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കൊട്ടാരക്കര സർക്കിൾ ഓഫീസിന് സമീപം 60 സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ജയിൽ 1959 പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന്റെ കെട്ടുറപ്പും പരിശോധിക്കേണ്ടതുണ്ട്. ജയിലുകളുടെ സമീപത്ത് മതിലിനേക്കാൾ ഉയരത്തിൽ കെട്ടിടങ്ങളും മറ്റും ഉണ്ടാവരുത് എന്നാണ് ചട്ടം. എന്നാൽ ഇവിടെ ജയിൽ മതിലിന് തൊട്ടടുത്തായി മൊബൈൽ ടവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് സുരക്ഷാ പ്രശ്നമുണ്ടാക്കുമെന്ന് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. നിലവാരം ഉയരുന്നതോടെ മെച്ചപ്പെട്ട ഭൌതിക സാഹചര്യങ്ങളും തൊഴിൽ യൂണിറ്റുകളുമൊക്കെ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.